that you have sold India. Are you not ashamed of selling India? Yes. Do you have no shame of selling India? You have sold our mother, Bharat Mata. Do you have no shame? ചില ആളുകളെങ്കിലും ഇപ്പോഴും രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്ന അമിതമായ ഒരു വാത്സല്യമുണ്ട്. അവനൊരു കുട്ടിയാണല്ലോ എന്ന തോന്നൽ. അതിന് ഒരു കാരണം രാഹുൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും കണ്ട് ആ കുട്ടിത്തം മനസ്സിൽ ഉറച്ചത് കൊണ്ടാവണം. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? രാഹുൽ ഇന്ന് ഒരു കുട്ടിയല്ല, ഒരു യുവാവെന്നും പറയാൻ പറ്റാത്ത വണ്ണം പ്രായമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ മനസ്സിലുള്ള വാത്സല്യം, അവൻ വളരെ യുവാവാണ്, അനുഭവ പരിചയമില്ലാത്തവനാണ്, ഒരു ദിവസം അവൻ വളർന്നു വരുമെന്നാണ് പലരെയും പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം വളരെ ദീർഘകാലമായി തുടരുന്നില്ലേ? വളരെ ദീർഘകാലമായി. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടും അതിനിടെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായി ചുമതല നിർവഹിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയെ തുടർന്ന് ആ സ്ഥാനം രാജിവെച്ച് സ്ഥാനമില്ലാതെ തന്നെ ആ ചുമതല പിൻസീറ്റിലൂടെ നിർവഹിക്കുമ്പോഴും പലരും കൊച്ചുകുട്ടിയോടുള്ള വാത്സല്യമാണ് രാഹുൽ കാണുന്നത്. അവൻ കൊച്ചുകുട്ടിയല്ല, ശരിയാവുമെന്ന് പ്രതീക്ഷ. എന്നാൽ രാഹുൽ ഗാന്ധി ആ വാത്സല്യ മനസ്സുകൾക്ക് പുറത്ത് വെറും ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ നിലവാരത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊമേഡിയന്റെ നിലവാരം എന്നത് വളരെ മോശമെന്ന അർത്ഥത്തിലല്ല ഈ പറഞ്ഞത്. വളരെ സീരിയസ് ആയി രാജ്യത്തിന്റെ നയങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടിടത്ത് കേൾക്കുന്നവരെ ചിരിപ്പിക്കുന്ന തലത്തിലേക്ക് മാറി എന്നതാണ് പറഞ്ഞു വരുന്നത്. വോട്ട് ചോരി, മൊഹബത്ത് കാ ദുഖാൻ തുടങ്ങിയ സ്ഥിരമായി ആവർത്തിക്കുന്ന പൊളിഞ്ഞു പാളീസായ ആരോപണങ്ങളും ചർച്ചയുടെ വിഷയം കർഷകരുടെ പ്രശ്നമായാലും ആണവ കരാറായാലും ക്രിക്കറ്റ് ആയാലും സാഹിത്യമായാലും എല്ലായിടത്തും പുട്ടിന് പീര എന്ന വണ്ണം ചേർക്കുന്ന അഡാനിജി, അംബാനിജി എന്നീ പേരുകളും അല്ലാതെ അർത്ഥവത്തായ യാതൊരു കാര്യവും സഭയിൽ ഉന്നയിക്കാറില്ല. അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് ചർച്ചയും. കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബഡ്ജറ്റിനെ വസ്തുനിഷ്ഠമായി തന്നെ വിമർശിച്ചപ്പോൾ രാഹുൽ തനിക്ക് കിട്ടിയ 1 മണിക്കൂർ ആ സമയം എങ്ങനെയാണ് കളഞ്ഞതെന്ന് നോക്കുക. ബഡ്ജറ്റിനെ കുറിച്ച് പറയാൻ വന്ന രാഹുൽ തുടങ്ങിയത് ജുജൂസു, ജൂഡോ തുടങ്ങിയ മാർഷൽ ആർട്സിൽ താൻ വലിയ വിദഗ്ധനാണെന്ന് പറഞ്ഞ് അതിന്റെ പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ടാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്ന രാഹുലിന് പോലും നിശ്ചയമുണ്ടാവാനിടയില്ല. എന്നാൽ അതിനേക്കാൾ കോമഡിയായത് രാഹുലിന്റെ പ്രസംഗത്തിന് ബിൽഡപ്പ് കൊടുക്കാൻ ഇടപെട്ട KC വേണുഗോപാലിന്റെ കോമഡിയായിരുന്നു. വേണുഗോപാൽ രാഹുലിന് മുൻപേ ചാടി എഴുന്നേറ്റ് സ്പീക്കറോട്, സർ, പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കാൻ പോകുന്നത്, ധനമന്ത്രി അത് കേൾക്കാൻ ഇവിടെയില്ല, അവരെ വിളിച്ചു വരുത്തൂ എന്ന് പറയുകയുണ്ടായി. ധനമന്ത്രി വരും, സഹമന്ത്രി ഇവിടെയുണ്ട് എന്നെല്ലാം സ്പീക്കർ പറഞ്ഞുവെങ്കിലും വേണുഗോപാൽ വിടാൻ ഭാവമില്ല. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സർ സംസാരിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിന് അവതരിപ്പിക്കുവാനുള്ളത്. ധനമന്ത്രി ഇവിടെ ഉണ്ടാവണം, വേണുഗോപാൽ വീണ്ടും സ്പീക്കറോട് പറഞ്ഞു. അതോടെ സ്പീക്കർ പാർലമെന്ററി കാര്യമന്ത്രിയോട് മറുപടി പറയാൻ നിർദ്ദേശിച്ചു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എഴുന്നേറ്റു. സർ, ഈ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് തോന്നിയ നേരത്ത് സഭയിൽ വരികയും പോവുകയുമാണ് ചെയ്യുന്നത്. മിക്കവാറും സമയം അദ്ദേഹം ഈ സഭയിൽ ഉണ്ടാവാറില്ല. ഇന്ന് തന്നെ 12 മണിക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ ചർച്ച എന്നാണ് കോൺഗ്രസ് പാർട്ടി എഴുതി നൽകിയിരുന്നത്. എന്നാൽ ആ സമയം അദ്ദേഹം എവിടെയായിരുന്നുവെന്ന് അറിയില്ല. പ്രതിപക്ഷ നിരയിൽ നിന്നും മറ്റുള്ളവരാണ് ആ സമയം സംസാരിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് തോന്നിയ സമയത്ത് വന്ന് സംസാരിക്കുമ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ വന്നിരിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ധനമന്ത്രി ഇപ്പോൾ രാജ്യസഭയിൽ ഒരു ചർച്ചയ്ക്ക് മറുപടി നൽകുകയാണ്. അത് കഴിയുമ്പോൾ അവരോട് വരും. പ്രതിപക്ഷ നേതാവിനെ പോലെ എന്തെങ്കിലും പറഞ്ഞ് ഒളിച്ചോടി പോകുന്നവരല്ല ഞങ്ങൾ. ഇത്രയും റിജിജു പറഞ്ഞതോടെ വേണുഗോപാലിന് തൃപ്തിയായി. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി തന്റെ ഗുസ്തി ക്ലാസ് തുടങ്ങിയത്. ബഡ്ജറ്റ് ചർച്ചയാണെന്ന് ഓർക്കണം. ഗുസ്തി വീരവാദങ്ങൾ കഴിഞ്ഞതോടെ അടുത്തതായിട്ട് പിടിച്ചത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലാണ്. ഇന്ത്യ സഖ്യം ഭരിച്ച താനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ട്രംപിനോട് നേരിട്ട് നിന്ന് വിലപേശിയേനെ എന്നാണ് രാഹുൽ അടിച്ചുവിട്ടത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18%, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 0% എന്നത് വലിയ തോൽവിയാണെന്ന് ആരോപിച്ച രാഹുൽ മോദി ട്രംപിന് മുന്നിൽ മുട്ടുമടക്കിയെന്നും എപ്സ്റ്റീൻ ഫയലിലൂടെ ട്രംപ് മോദിയുടെ കഴുത്തിൽ പിടിമുറുക്കിയെന്നുമൊക്കെയാണ് ആരോപിക്കുന്നത്. എന്നാൽ വസ്തുതകൾ എന്താണ്? ഇതിനു മുൻപ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് അമേരിക്കയിൽ നേരിട്ട അപമാനം ഏവർക്കും ഓർമ്മ കാണും. മാത്രമല്ല, എപ്സ്റ്റീൻ ഫയലിൽ മോദിയല്ല ട്രംപാണ് അവിടെ കഴുത്തിൽ കുരുങ്ങി നിൽക്കുന്നതെന്നും രാഹുൽ മറന്നു. എന്തായാലും സഭയിൽ തന്റെ കോമഡി വീണ്ടും രാഹുൽ തുടർന്നു. അതിനിടയിൽ സ്പീക്കർ ജഗദംബിക പാലിനോട് താങ്കൾ പഴയ കോൺഗ്രസുകാരനായതുകൊണ്ട് ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞതോടെ സ്പീക്കറുടെ കയ്യിൽ നിന്നും ആവശ്യത്തിന് വാങ്ങിക്കൂട്ടുകയുണ്ടായി.
താൻ സ്പീക്കർ കസേരയിൽ ഇരിക്കുന്നത് ഏതെങ്കിലും പാർട്ടിയുടെ പ്രതിനിധിയായല്ല എന്നും രാഹുൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്നത് ഓർക്കണമെന്നും ആ പദവിയുടെ അന്തസ്സെങ്കിലും മാനിക്കണമെന്നും സ്പീക്കർ ശക്തമായി തന്നെ തിരിച്ചടിച്ചു. അതോടെ വിഷയം മാറ്റി രാഹുൽ അംബാനി, അദാനി തുടങ്ങിയ സ്ഥിരം പല്ലവികളുമായി ബഹളത്തിൽ മുങ്ങിയ പ്രസംഗം അവസാനിപ്പിച്ചു. ഓർക്കണം, ബഡ്ജറ്റ് ചർച്ചയായിരുന്നു. ബഡ്ജറ്റിനെ കുറിച്ച് കാര്യമാത്ര പ്രസക്തമായി യാതൊന്നും പറയാതെയാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗം അവസാനിപ്പിച്ചത്. മുൻപ് ബഡ്ജറ്റ് കഴിഞ്ഞ ഉടനെ പ്രതികരണം ചോദിച്ചപ്പോൾ താൻ ഇപ്പോഴൊന്നും പറയുന്നില്ല എന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. കാരണം ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ പഠിക്കേണ്ടതുണ്ട്. അതിനുള്ള മെനക്കേടിനൊന്നും രാഹുൽ തയ്യാറല്ല. ആരെങ്കിലും എഴുതി കൊടുത്താൽ അതുപോലും മര്യാദയ്ക്ക് വായിച്ച് പൂർത്തിയാക്കുവാനും അറിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ കോമാളിയായ പ്രതിപക്ഷ നേതാവായി രാഹുൽ മാറുകയാണ്. ഓരോ ദിവസവും കഴിയുന്തോറും സ്ഥിതി കൂടുതൽ വഷളാവുന്നു എന്നല്ലാതെ യാതൊരു പുരോഗതിയും കാണുന്നില്ല. ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെയും നിരാശയിലാക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്ന രീതി മാത്രമല്ല, മറിച്ച് ഉള്ളടക്കത്തിന്റെ പൂർണ്ണ അഭാവമാണ്. 56 വയസ്സുള്ള അദ്ദേഹം ജെൻസി പോലെ പെരുമാറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുന്നു. പപ്പു തുടങ്ങിയ പരിഹാസങ്ങൾ വെറുതെ വരുന്നതല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെ സംഭവിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം നോക്കിയാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. യാതൊരു ഔചിത്യമില്ല, യാതൊരു ഗൗരവമില്ല. അദ്ദേഹം 1, 2, ചിലപ്പോൾ 3 മിനിറ്റ് നീളമുള്ള കമന്റുകൾ നടത്തുന്നു. അതിന് യാതൊരു അർത്ഥവുമില്ല. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഓരോ സാന്നിധ്യവും സ്റ്റാൻഡപ്പ് കോമഡിയുടെ രൂപമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ മനുഷ്യന് 56 വയസ്സാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായപ്പോൾ 52 വയസ്സായിരുന്നു. രാജീവ് ഗാന്ധി 5 വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശേഷം കൊല്ലപ്പെടുമ്പോൾ 46 വയസ്സായിരുന്നു. ഇപ്പോഴും അവരെക്കാൾ ചെറുപ്പമാണ് രാഹുൽ എന്ന് തോന്നിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പക്വതയെത്താത്ത പെരുമാറ്റം കൊണ്ട് കൂടിയാണ്. ഇദ്ദേഹത്തെയാണോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ 7 തുടർച്ചയായ തോൽവികളുണ്ട്. അദ്ദേഹമാണ് തോറ്റ ഇന്ത്യ അലയൻസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ്. രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ മാത്രമല്ല, അദ്ദേഹം മുൻപും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ. സ്ത്രീകളെയും പുരുഷന്മാരെയും നേരെ ഫ്ലൈയിങ് കിസ്സുകൾ അയച്ചിട്ടുണ്ട്, ഹഗ് ചെയ്തിട്ടുണ്ട്, വിങ് ചെയ്തിട്ടുണ്ട്. ഒരു റാലിയിൽ ആരെങ്കിലും ഹഗ് ചെയ്ത് അവന്റെ ജാതി ചോദിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ശാരീരികമായ പോരാട്ടത്തിലും ഏർപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രസംഗം പോലും നോക്കുക. അദ്ദേഹം ജുജൂസു, ജൂഡോ തുടങ്ങിയവയെ കുറിച്ച് പറഞ്ഞ കാര്യം ഓർക്കണം. ഇത് ഫിനാൻസ് ബില്ലിനോടും ബജറ്റിനോടുമുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ്. രാഹുലിന് പറയാനുള്ളത് ബജറ്റിനെ കുറിച്ചല്ല, ടൈക്കോണ്ടോ, മാർഷൽ ആർട്സ്, ജുജിറ്റ്സു എന്നിവയെ കുറിച്ചാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാവുന്നത് മാത്രമായിരിക്കാം. എന്തായാലും ഭാവിയിൽ പാർലമെന്റിന്റെ ഈ സ്ക്രിപ്റ്റുകൾ കാണുന്നവർക്ക് അപമാനം വലുതാകും. സംഭവം നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും, പക്ഷെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലയിൽ നിന്നും കോമാളിത്തരമല്ല രാജ്യം പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യം ഇതിലും മെച്ചപ്പെട്ടത് അർഹിക്കുന്നു, വളരെ വളരെ മെച്ചപ്പെട്ടത്. 6x increase. Sorry, thank you. US imports to go up from $46 billion. You're talking about our budget. US imports to go up from $46 billion to $146 billion.